hello everyone. Welcome to Salam Learning. Abhi miss ആണ്. മക്കളെ നമ്മുടെ ഇംഗ്ലീഷിലെ എപ്പോഴും നമ്മുടെ മാർക്ക് കുറയുന്ന അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു പോർഷൻ ആണ് നമ്മുടെ ഗ്രാമർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് വിത്ത് എക്സാമ്പിൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ മിസ് എപ്പോഴും പറയാറുള്ളത് പോലെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പാർട്സ് ഓഫ് സ്പീച്ച് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? ഫസ്റ്റ് നമ്മുടെ വെർബ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോനൗൺ ഉണ്ട്, പിന്നെ നൗൺ ഉണ്ട്, ഇന്റർജങ്ഷൻ ഉണ്ട്, ആഡ്ജക്റ്റീവ് ഉണ്ട്, കൺജക്ഷൻ ഉണ്ട്, ആഡ്വർബ് ഉണ്ട്, പ്രിപ്പോസിഷൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതാ ഈ 8 പാർട്സ് ഓഫ് സ്പീച്ചും നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും, വിത്ത് എക്സാമ്പിൾസ് ആയിരിക്കും. അപ്പൊ നമുക്ക് സമയം കളയാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു വെർബ് എന്നുള്ളതാണ്. അപ്പൊ മിസ്സിന്റെ കുട്ടികൾക്ക് കുറെ പേർക്കൊക്കെ അറിയായിരിക്കും. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രൈബ്സ് ആൻ ആക്ഷൻ ഓർ എക്സ്പീരിയൻസ്. ഒരു ആക്ഷനെയോ ഒരു എക്സ്പീരിയൻസിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സെന്റൻസിൽ ആക്ഷനെയോ എക്സ്പീരിയൻസിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത് അല്ലെ. എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെർബാണ്. അതുപോലെ തന്നെ വോക്ക് എന്ന് പറഞ്ഞാൽ എന്താടാ? അതും ഒരു വെർബാണ്. പുഷ്, ഈറ്റ്, ഇതൊക്കെ എന്താണ്? ഒരു ആക്ഷനെ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിനെ പറയുന്നതല്ലേ. അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. സോഫി റൺ ടു സ്കൂൾ ബിക്കോസ് ഷീ വാസ് ലേറ്റ്. എന്താണ്? സോഫി റൺ ടു സ്കൂൾ. റണ്ണിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? സോഫി സ്കൂളിൽ ലേറ്റ് ആയതുകൊണ്ട് സ്കൂളിലേക്ക് ഓടി അല്ലെ. ഇതൊരു ആക്ഷനെ കാണിക്കുന്നതല്ലേ. അപ്പൊ ഇവിടെ വെർബ് എന്ന് പറയുന്നത് എന്താണ്? റൺ ആണ് അല്ലെ. അടുത്ത് നോക്കിക്കേ. ജോൺ ലവ്സ് ടു ബേക്ക് കുക്കീസ്. ജോൺ ലവ്സ് ടു ബേക്ക് കുക്കീസ്. ഇവിടെ കുക്കീസ് ബേക്ക് ചെയ്യാൻ ജോണിന് ഇഷ്ടമാണ്. അപ്പൊ ഇതെന്താണ്? ഇതൊരു ആക്ഷൻ ആണ്. അപ്പൊ ഇതുപോലെയുള്ള ആക്ഷനെയോ എക്സ്പീരിയൻസിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് വെർബ് എന്ന് പറയുന്നത്. അപ്പൊ വിത്ത് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു എന്താണ് വെർബ് എന്നുള്ളത്. ഇനി നമ്മൾ ഓർത്തിരിക്കും. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വൺ, നമ്മുടെ സെക്കൻഡ് വൺ നോക്കാം. എന്താണ് നൗൺ? എന്താണെന്നോ? നൗൺ എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നെയിംസ് എ പേഴ്സൺ, പ്ലേസ്, തിങ്സ് ഓർ ഐഡിയാസ്. ഒരാളുടെ പേരോ ഒരു സ്ഥലത്തിന്റെ പേരോ ഒരു സാധനത്തിന്റെ പേരോ ഐഡിയാസോ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൗൺ എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത് അല്ലെ. എക്സാമ്പിൾസ് നോക്കിക്കേ. ഹൗസ് എന്ന് പറയുന്നു, ടീച്ചർ അല്ലെങ്കിൽ കപ്പ്, ഷോപ്പ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നൗൺസിന് എക്സാമ്പിൾ ആണ് അല്ലെ. നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. My teacher is a very nice person. My teacher is a very nice person. ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ പേരാണ് അല്ലെ. നമ്മൾ ഒരാളെ ഒരു സ്ഥലത്തിനെ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ടീച്ചർ എന്നുള്ളത് എന്താണ്? യെസ്, നൗൺ എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് നൗൺ എന്നുള്ളതും നമ്മൾ ഇപ്പൊ സെറ്റ് ആക്കി. ഈ സമയം കളയാണ്ട് നമുക്ക് അടുത്തത് നോക്കാം. എന്താണ് അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രൈബ്സ് എ നൗൺ ഓർ പ്രോനൗൺ. ഒരു നൗണിനെയോ പ്രോനൗണിനെ ഡിസ്ക്രൈബ് ചെയ്ത് നമ്മൾ പറയുന്ന വേർഡ്സിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്. ഓക്കെ, അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് അതിനോട് ആഡ് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഷോർട്ട് എന്ന് പറയുന്നത് എന്തിനെങ്കിലും ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നതായിരിക്കും അല്ലെ. അപ്പൊ അത് അഡ്ജക്റ്റീവ് ആണ്. ബ്യൂട്ടിഫുൾ, ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ ഐസ്. അപ്പം ഐസിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയുകയാണ് ബ്യൂട്ടിഫുൾ എന്നുള്ളത്. അപ്പൊ അതെന്താണ്? അതൊരു അഡ്ജക്റ്റീവ് ആണ്. റെഡ്, ഓൾഡ്, ഇതൊക്കെ അഡ്ജക്റ്റീവിന് എക്സാമ്പിൾ ആണ്. നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കുമ്പോൾ മനസ്സിലാവും. അമൽ ഹാസ് എ ഹ്യൂജ് ഹൗസ് വിത്ത് 6 bedroom. വലിയ വീടാണ് അമലിനുള്ളത്, 6 bedrooms ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഹൗസ് എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്ക്രൈബ് ചെയ്ത ഹ്യൂജ് ഹൗസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്താണ്? ഇത് നമ്മുടെ അഡ്ജക്റ്റീവിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? ക്ലിയർ ആണല്ലോ. സോ നമുക്കിനി നെക്സ്റ്റ് വൺ നോക്കാം. ആഡ്വർബ് എന്താണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അല്ലെ. ഡിസ്ക്രൈബ്സ് എ വെർബ്. ഒരു വെർബിനെയോ അഡ്ജക്റ്റീവിനെയോ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഡ്വർബ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. സ്ലോലി അല്ലെങ്കിൽ യെസ്റ്റർഡേ അല്ലെങ്കിൽ ഓൾവേസ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഹൗ, വെൻ, വേർ, ആര്, എപ്പോ, എവിടെ, എങ്ങനെയെന്നൊക്കെ പറയുന്നതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് പറയുകയാണ് അല്ലെ. അപ്പൊ സ്ലോലി, yesterday, always ഒക്കെ എന്താണ്? ആഡ്വേർബ്സ് ആണ്. എക്സാമ്പിൾ നോക്കിക്കേ. സോഫി ഈസ് ഓൾവേസ് ലേറ്റ് ഫോർ സ്കൂൾ. സോഫി ഈസ് ഓൾവേസ് ലേറ്റ് ഫോർ സ്കൂൾ. അപ്പോ ഹൗ, വേർ, വെൻ, ഹൗ ഓഫൺ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നതാണ് ഓൾവേസ് അല്ലെങ്കിൽ സ്ലോലി, യെസ്റ്റർഡേ, ആ ഒരു സമയത്തേക്ക് മെൻഷൻ ചെയ്യുന്നതല്ലേ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഡ്വേർബ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വീഡിയോ നോക്കാം. എന്താണ് പ്രോനൗൺ എന്ന് പറയുന്നത്? റീപ്ലേസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ ഇൻ എ സെന്റൻസ്. അതായത് ഒരു സെന്റൻസിൽ ഒരു സ്ഥലത്തിനെയോ ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു പ്ലേസിനെയോ നമ്മൾ മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്ത് നമ്മൾ ഹി, ഷീ എന്നൊക്കെ യൂസ് ചെയ്യില്ലേ, അതിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും.
മരിയ ഈസ് എ വെരി നൈസ് ഫ്രണ്ട്. മരിയ ഒരു നല്ലൊരു സുഹൃത്താണ്. ഷീ ഓൾവേസ് ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക്. എന്നെ ഹോംവർക്ക് ചെയ്യാൻ എപ്പോഴും സഹായിക്കും. അപ്പൊ നമുക്കിവിടെ മരിയ ഈസ് എ വെരി നൈസ് ഫ്രണ്ട്, മരിയ ഓൾവേസ് ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക് എന്നാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഈ മരിയയ്ക്ക് വരെ നമ്മൾ ഇത്തവണ എന്ത് എഴുതി? ഷീ എന്ന് എഴുതി. അപ്പൊ മരിയയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഷീ എന്ന് എഴുതി അല്ലേ. അതുപോലെ തന്നെ ഷീക്ക് വരെ നമുക്ക് ഹി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവർ, ദേ എന്നൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സണെയോ പ്ലേസിനെയോ തിങ്ങിനെയോ ഐഡിയയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു സെന്റൻസിൽ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോനൗൺസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോനൗൺസ് നമുക്ക് അടിപൊളിയായിട്ട് മനസ്സിലായി. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള എന്താണ് ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വൗ, ഓ, ഹേ എന്നൊക്കെ പറയില്ലേ, സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസിനെ കാണിക്കാൻ. എക്സ്പ്രസ് സ്ട്രോങ് ഇമോഷൻ ആൻഡ് ഇസ് ഓഫൻ ഫോളോഡ് ബൈ ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. നമ്മൾ എപ്പോഴും എക്സ്ക്ലമേഷൻ മാർക്ക് വൗ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇടും അല്ലെ. ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഇല്ലേ, നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസിനെ കാണിക്കാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്റർജങ്ഷൻ. ഹേ, ഐ ഹാവന്റ് സീൻ യു ഇൻ എ ലോങ് ടൈം. എന്താണ്, നമ്മൾ കുറെ നാളായില്ലേ കണ്ടിട്ട്. ആ ഒരു സ്ട്രോങ് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ ഇവിടെ നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടു. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർജങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ കൺജങ്ഷൻ. കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ വേർഡ്സിനെ കണക്ട് ചെയ്ത് നമ്മൾ ആൻഡോ, ബട്ടോ, ഓൾദോ, ഓറൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ വേർഡ്സിനെ കണക്ട് ചെയ്യാണ്. അതായത് ഇവിടെ നോക്കി, ഐ ലൈക്ക് ടു വാച്ച് ദ ടെലിവിഷൻ. അതൊരു സെന്റൻസ് ആണ് അല്ലെ. എനിക്ക് ടെലിവിഷൻ കാണാൻ ഇഷ്ടമാണ്. അത് മാത്രമല്ല, ഐ ലൈക്ക് ടു ഈറ്റ് പോപ്കോൺ. എനിക്ക് പോപ്കോൺ തിന്നാൻ ഇഷ്ടമാണ്. ഈ രണ്ട് സെന്റൻസിനെയും നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്ത് ആൻഡ് എന്ന് പറയുന്ന നമ്മുടെ കൺജക്ഷൻ യൂസ് ചെയ്തു. ഐ ലൈക്ക് ടു വാച്ച് ദ ടെലിവിഷൻ ആൻഡ് ഈറ്റ് പോപ്കോൺ എന്നാക്കി. അപ്പൊ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആൻഡ് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ബട്ടും ഓൾദോയും ഓറും ഒക്കെ വേറെ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ അതും പഠിച്ചു. ഇനി നെക്സ്റ്റ് വൺ ഏതാണ്? പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രൈബ്സ് ദ പ്ലേസ്, ടൈം ഓർ ഡയറക്ഷൻ. പ്ലേസോ സമയമോ ഡയറക്ഷനോ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ എ നൗൺ ഓർ പ്രോനൗൺ. നൗണിനും പ്രോനൗണിനെയും മുമ്പാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അതായത് അണ്ടർ, എബവ്, ഇൻ, ഡ്യൂറിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രിപ്പോസിഷൻസ് ആണ് അല്ലെ. ഒരു എക്സാമ്പിൾ നോക്കാം. ദ ക്യാറ്റ് ജംപ്ഡ് ഓവർ ദ ബോക്സ്. ക്യാറ്റ് ജംപ്ഡ് ഓവർ ദ ബോക്സ്. ബോക്സിന് മേളിൽ കൂടെ ക്യാറ്റ് ജമ്പ് ചെയ്തു. അപ്പൊ ഇവിടെ ഓവർ എന്ന് പറയുന്നത് എന്താണ്? പ്രിപ്പോസിഷൻ ആണ്. അപ്പൊ പ്രിപ്പോസിഷൻസിന് എക്സാമ്പിളും എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലായി. ഇനി അപ്പൊ നമ്മൾ 8 പാർട്സ് ഓഫ് സ്പീച്ചും അടിപൊളിയായിട്ട് വിത്ത് എക്സാമ്പിൾസ് പഠിച്ചല്ലേ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓരോ പ്രിപ്പോസിഷൻസും നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഓരോ സെന്റൻസ് നിങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഒരു പാരഗ്രാഫ് റൈറ്റ് ചെയ്തിട്ട് നമ്മുടെ 8 പാർട്സ് ഓഫ് സ്പീച്ച് വെച്ചിട്ട് ഒരു പാരഗ്രാഫ് റൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ അത് കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.